പ്രവാസീസ്, വെൽക്കം ടു മലയാളം കുഞ്ഞാറ്റയും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ടൊമാറ്റോ റൈസ്, ഇറ്റ്സ് ലൈക്ക് എ ബിരിയാണി നമ്മൾ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ്ഡ് ഫ്രൈഡ് വെജിറ്റബിൾസ് ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. ഒരു ബിരിയാണി ലുക്കൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ നമ്മളുടെ നമ്മളൊരു സ്പിരിച്വൽ 50 ഡേയ്സ് ഓഫ് നോമ്പിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമാണല്ലോ, ഈസ്റ്ററൊക്കെ വരെയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരും തന്നെ ഫാസ്റ്റിംഗ്, നോൺ വെജൊക്കെ ഫാസ്റ്റിംഗ് ഒരുപാട് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിവേ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൊമാറ്റോ റൈസ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ക്യാരറ്റ്, എല്ലാം ഒരു ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, ഒരു തക്കാളി, ഒരു വഴുതനങ്ങ, എല്ലാം ഒന്നാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂടി ഒന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ്, ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ കുറച്ച് മുളക് പൊടി, ഞാൻ അധികം ഇടുന്നില്ല. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ബിരിയാണി അരി തിളപ്പിക്കാൻ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി ഒന്ന് മാറ്റി വയ്ക്കുന്നിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയുടെ ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആവശ്യമാണ്. പിന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു 7-8 വറ്റൽമുളകാണ് ഇടുന്നത്. പച്ചമുളക് നമ്മളിവിടെ ചേർക്കുന്നേയില്ല. പിന്നെ അതിനുശേഷം ഒരു സവാള കട്ട് ചെയ്തത് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. വേറെ പൗഡറുകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലേവറിന് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ തക്കാളിയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴഞ്ചി വരുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതാണ് നമ്മളുടെ മസാല. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു തക്കാളിയുടെ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വറ്റൽമുളകാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്, അത് എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, സവാള എല്ലാം കൂടെയുള്ള മിക്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കുറച്ച് പീസായിട്ട് നമുക്ക് വേണം, കുറച്ച് ഗ്രേവി പോലെ വേണം. അപ്പോൾ ഇത് ഇത്രയും ആ വറ്റൽമുളകിൻ്റെ എല്ലാം എടുത്തിട്ടോ, അത് ഇത്രയും എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മസാലയിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പ് അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചും കൂടെ ബട്ടർ അതേ പാനിൽ തന്നെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്യാൻ പാടില്ല, ഒരു വേവും വേണം, എന്നാൽ കുറച്ചൊന്ന് ഒരു മിനിമൽ ഫ്രൈയും ചെയ്ത് എടുക്കണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ 2 പാനിൽ വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് വേണ്ടിയിട്ട്. നമ്മൾ ഈ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യുമ്പോൾ ബട്ടറിൽ തന്നെ ചെയ്യണം, അപ്പോഴാണ് ആ ഒരു ബിരിയാണി ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിങ് ആണ്. അപ്പോൾ നമ്മൾ ഒരു മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഫ്രൈഡ് വെജിറ്റബിൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് ലിക്വിഡാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു 3-4 സ്പൂൺ നമ്മളിങ്ങനെ ഒറ്റിച്ച് കൊടുക്കാം. പിന്നെ നമ്മളുടെ മസാല നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ സവാള മുരിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം. പിന്നെ വീണ്ടും നമ്മൾ ആ ലിക്വിഡ് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഫ്രൈഡ് വെജിറ്റബിൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള മസാലയും സ്പ്രെഡ് ചെയ്തതിന് ശേഷം സവാള മൊരിയിച്ചതും കൂടി ഇട്ട് പിന്നെ ഒരു ലാസ്റ്റ് ഡെക്കറേഷനായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് നന്നായി അടച്ച് വെച്ച് ഒരു ദം പോലെ നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന്
സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ലാസ്റ്റ് ദം ചെയ്തതിന് ശേഷം ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു ലുക്ക് സെയിം ലൈക്ക് ബിരിയാണി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് തൈര് ഇങ്ങനെ സാലഡ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് വെജിറ്റബിൾസും കൂടെ എടുത്തിട്ട് ഈ കുറച്ച് സാലഡ് ഉണ്ടാക്കിയതും ഈ ഫ്രൈഡ് വെജിറ്റബിൾസും കൂടെ വെച്ച് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ള സംഭവം ഇതാ ഇങ്ങനെയാണ് നമ്മളുടെ മിക്സ്ഡ് ഫ്രൈഡ് വെജിറ്റബിൾസ് ടൊമാറ്റോ റൈസ് ബിരിയാണി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു നോമ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈസ്റ്റർ നോമ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു. ബൈ ബൈ.